ഇന്ന് സാറിന് വിളിക്കുന്ന പോലെ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ആഹാരം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ശരി മോള് എന്നാൽ അതും മേടിച്ചുകൊണ്ട് പോകും. ഫോൺ വെച്ചു. പിന്നെ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അവൾ വിളിക്കില്ല, നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ വൈകുന്നേരമേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 10 മണിയായപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. വേറെ ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഓക്കെ, ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കാര്യം 25 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, അതായത് വളരെ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് ഉള്ള ഒരു ഫാമിലിയിലുള്ള കുട്ടി, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള IB ഉദ്യോഗസ്ഥ, 25ാമത്തെ വയസ്സിൽ തന്നെ IB ഉദ്യോഗസ്ഥ, 24 വയസ്സിലേക്ക് കിട്ടിയാണ്, 1 വർഷമായി കുട്ടിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉദ്യോഗസ്ഥയായ ഒരു പെൺകുട്ടി എത്ര പെട്ടെന്ന്, അതായത് എങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ട്രാക്കിലേക്ക് എത്തുന്നു, ട്രാക്കിന് മുന്നിൽ തലവെച്ച് കിടക്കുന്നു. ജനതാ ജയന്തി ആ ഒരു ട്രെയിനിൽ മുന്നിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡും ഇത്രയും നല്ല ലൈഫ് സ്റ്റൈലിൽ വളർന്നു വന്നൊരു പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിലെത്താനുള്ള കാരണം എന്താണ്? അതാണ് എല്ലാവരുടെയും ചോദ്യം. നമുക്ക് പല കാര്യത്തിലും നമുക്ക് എന്തുണ്ടാകും, വിരഹം, അതായത് ഒരു ഡിപ്രഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമുക്ക് ജോലി ഇല്ലായ്മ, നമ്മുടെ മാരേജ് നടക്കുക, അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഡിപ്രസ്ഡ് ആകും നമ്മളല്ലേ. പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് തന്നെ ചോദിക്കണം. കാര്യം മരിച്ച ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുകയല്ല, കാര്യം ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടി ഒന്നുകൂടി ചിന്തിക്കാമായിരുന്നിട്ട് പോലും തന്നെ ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനും അമ്മയെ പോലും ചിന്തിക്കാതെ ഒരു നിമിഷത്തിൻ്റെ ഏതോ ഒരു വിചാരത്തിൽ എന്തിനായിരിക്കാം ആ കുട്ടി ആ മരണത്തിലേക്ക് കീഴടങ്ങിയത്. ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു, ഒരു ടൈമായി പോയി എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ അഹങ്കാരമാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ അഹങ്കാരമാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനൊരു നിലപാടിലെത്തുന്നത്? ഇത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി, അതായത് കൊച്ചു ടീനേജിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അവരതിനെ റോൾ മോഡലാക്കി എടുക്കുക. എന്ത് കാര്യമുണ്ട്, ചായക്ക് പഞ്ചസാര കുറഞ്ഞു, അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ എണ്ണം കുറഞ്ഞു, ടീച്ചർ എടീന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇന്ന് മിണ്ടില്ല എന്ന് പറഞ്ഞു, എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും എല്ലാവരും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തുവാണ്. സത്യം പറഞ്ഞാൽ പേടിയാണ്, ഓരോ നിമിഷവും ജീവിക്കാൻ പേടിയാണ്. കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഇവർ വളർന്നു വരുന്ന സിറ്റുവേഷനിൽ ഏതിനും ആത്മഹത്യ എന്നൊരു ഓപ്ഷനാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഈ കുട്ടി പോലും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ കുട്ടിയുടെ പിതാവിന് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വാർത്താ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവുകയാണ്. കാപ്പി രാവിലെ കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളത് വിട്ടു. പിന്നെ അതിനെ പറ്റിയില്ലല്ലോ. പിന്നെ 10 മണിയായപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ ട്രെയിനിൽ അപകടം സംഭവിച്ചു വന്നു. അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ 2 വർഷം ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞ് 3 മാസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഇത് വേണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചെറിയച്ഛൻ അവര് ജോധ്പൂരിലൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു കുട്ടിയായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ആ സമയത്ത് ഫോൺ വരികയും സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത്. വാർത്താ മാധ്യമങ്ങൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ. ഈ കുട്ടിയുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗത്ത് ജോധ്പൂരിൽ പോവുകയും അവിടെ വെച്ച് മലപ്പുറംകാരനെ ഒരു പയ്യനുമായി പരിചയപ്പെടുകയും ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഇവരുടെ ഫോൺ വിളിയൊക്കെ ഫാദറിനും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വേറൊരു വാർത്താ മാധ്യമത്തിൽ ഈ ഫാദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് കേട്ടിട്ട് വരാം.
കഴിക്കണം, പക്ഷേ എങ്കിൽ ഇപ്പോഴും പറ്റില്ല. ലോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിനിൽ തട്ട് വീഴുമായിരുന്നു എന്നാണ്. IB ജോലി ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്നത് ശരിയാണോ? പഠിക്കാൻ മിടുമിടുക്കി, ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി. അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ. റിട്ടയർഡ് പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷാചന്ദ്രന്റെയും ഏക മകളായ മേഘയുടെ മരണത്തിന് ഞെട്ടലിലാണ് പത്തനംതിട്ട കൂടൽ ഗ്രാമം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്നു 24-കാരിയായ മേഘ. ജോലിയിൽ പ്രവേശിച്ച് 1 വർഷം പിന്നിട് മുമ്പെയാണ് അകാല വിയോഗം. ഒപ്പം ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹത്തിൽ നിന്ന് യുവാവ് പിന്മാറിയതാണ് യുവതിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ യൂണിഫോം ധരിച്ച് മേഘയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നമ്മുടെ മരണം പറഞ്ഞാൽ ട്രെയിൻ ആക്സിഡന്റ് സംഭവിക്കാൻ ജോലി സ്ഥലത്ത് ഒന്നും സാധ്യതയൊന്നുമില്ല. അപ്പം ഇത്രയും അവൾ താമസിക്കുന്ന സ്ഥലവും ജോലി സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളോട് റൂമിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റി പോകാനുള്ള കാരണം ലോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിനിൽ തട്ട് വീഴുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ സമയത്ത് ആരാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. പിതാവിന് പറയുന്ന കാര്യം, അന്നത്തെ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടി വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. യാതൊരുവിധ കാരണവശാലും ഈ കുട്ടിക്ക് റെയിൽവേ ട്രാക്കിന്റെ അടുത്തോട്ട്, അതായത് പേട്ട ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് പോകണ്ടാത്ത കുട്ടി എന്തിനാണ് റെയിൽവേ ട്രാക്കിലൂടെ പോയത്? അപ്പം നമ്മുടെ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട്, അതായത് ജനതാ ജയന്തി ആ ട്രെയിനാണെന്ന് തോന്നുന്നു, ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട്, ഈ കുട്ടിയെ ട്രാക്കിൻ്റെ അടുത്ത് കണ്ടപ്പോഴത്തേക്കിനും ട്രെയിൻ നല്ലപോലെ ഹോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പെട്ടെന്ന് തന്നെ കുട്ടി ട്രാക്കിലേക്ക് ഇറങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുട്ടി ഫോൺ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വന്ന ഫോൺ ആയിരിക്കണം പെട്ടെന്ന് പ്രകോപിപ്പിച്ച് ഈ ഒരു മരണത്തിലേക്ക് കാരണമായത് എന്നാണ് പിതാവിൻ്റെയും ബന്ധുക്കളുടെ എല്ലാം നിഗമനം. പക്ഷേ ഫോൺ ഭിന്നമായി പോവുകയും ഇനി സൈബറിലൊക്കെ കൊടുത്തിട്ടുണ്ട് ആരെയാണ് വിളിച്ചതെന്നും എന്താണ് ആ സമയത്ത് സംസാരിച്ചതെന്നൊക്കെ അറിയാനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി എന്തായാലും എന്താണ് പ്രേമ നൈരാശ്യമാണെങ്കിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ കുട്ടിക്കൊക്കെ ഇത്രയും ഒരു സില്ലി കാര്യത്തിനൊക്കെ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് IB ഉദ്യോഗസ്ഥയാണ്, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയാണ്. ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു ആത്മഹത്യ നമുക്കറിയില്ല. എന്തായാലും കേസ് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ സമൂഹത്തോട് അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്കൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന അവരോട് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒന്നുമില്ലേ? ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഇത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവും മാതാവും ഒക്കെ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സെറ്റിൽഡ് ആണ്, നല്ല ജോലിയിലുള്ളവരാണ്. അവരുടെ മകളാണ് 25 വയസ്സിൽ ജോലി കഴിഞ്ഞ് 25-ാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. വെറും ഒരു പ്രേമ നൈരാശ്യമാണ് ഈ മരണത്തിന് പിന്നിലെങ്കിൽ ഈ കുട്ടിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഇത്രയും ഇതായ ഈ കുട്ടിയൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ തുനിയുകയാണെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇവരൊക്കെയാണ് സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ടവർ. ഇത്രയും നല്ലൊരു ജോലിയിലൊക്കെ ഇരിക്കുന്ന ഇവരൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികളെടുക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. കാര്യം സൈബർ സെൽ അതിൻ്റെ ഫോൺ കോളൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട്, ആരാണ് ഈ കുട്ടി ലാസ്റ്റ് വിളിച്ചതെന്ന്. എന്തായാലും അന്ന് രാവിലെ കൂടി വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് കുറച്ച് ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ നിന്ന് തൻ്റെ റൂമിലേക്ക്. അപ്പോൾ അമ്മ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ച് സംസാരിച്ച കുട്ടി പെട്ടെന്ന് ഇങ്ങനൊരു കടുകയായി. അപ്പോൾ വിളിച്ചപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു എന്നാണ് പിതാവ് പറയുന്നത്. എന്നിട്ട് പോലും ഇങ്ങനൊരു തീരുമാനത്തിലെത്തി ഈ കുട്ടിയൊക്കെ നമ്മൾ എന്ത് പറയാൻ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇനിയുള്ള തലമുറയെങ്കിലും ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പറയാം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.